നമസ്തേ. നിരീശ്വരവാദികളുടെ ഒരു വലിയ സമ്മേളനം കേരളത്തിൽ ഈ മാസം അടുത്ത 2 തീയതികൾക്ക് ശേഷം നടക്കുകയാണല്ലോ. അത് നടക്കുന്ന വിവരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചാരണം നടത്തി ഈ കേരളത്തിലെ മലയാളികളായിട്ടുള്ള എല്ലാവരുടെയും ശ്രദ്ധയിലെത്തിച്ചിട്ടുണ്ട് അവർ. നിരീശ്വരവാദികൾ നമുക്കൊരു ഈശ്വരനില്ലെന്ന് പറയുന്ന ആൾക്കാരാണ്. അവർ നിരീശ്വരവാദികളാണെങ്കിൽ ഞാനൊരു ഈശ്വരവാദിയാണ്. അവർ ഇല്ലെന്ന് പറയുന്ന ഈശ്വരൻ എന്താണ് എന്ന് അവർ വ്യക്തമാക്കാൻ ബാധ്യസ്ഥരാണ്. അവരങ്ങനെ വ്യക്തമാക്കുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇനി ഏത് തരത്തിലുള്ള ദൈവമാണെങ്കിലും ഇല്ലെന്നായിരിക്കും അവർ പറയാൻ പോകുന്നത്. അതായത് ഹിന്ദുക്കൾ കാണുന്ന ഒരു ദൈവം അല്ല മുസ്ലിങ്ങൾ കാണുന്നത്. ആ മുസ്ലിങ്ങൾ കാണുന്ന ദൈവമല്ല ക്രിസ്ത്യാനികൾ കാണുന്നു. അങ്ങനെ ഓരോ മതക്കാരും പല രീതിയിലാണ് ദൈവത്തെ കാണുന്നത്. ദൈവം ഒന്നേ ഉള്ളെന്ന് അവരെല്ലാവരും പറയുന്നുമുണ്ട്. പക്ഷെ അവരൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത്. ഇനി ഏത് ദൈവമാണ് ഇല്ല എന്ന് ഇവർ പറയുന്നു, നിരീശ്വരവാദികൾ പറയുന്നതെന്ന് അവർ വ്യക്തമാക്കാൻ ബാധ്യസ്ഥരാണ്. അവരോട് ചോദിച്ചാൽ അവർ പറയുകയല്ല, ഏത് ദൈവമാണെങ്കിലും ഇല്ല എന്നായിരിക്കും. ഇനി ഞാൻ ദൈവമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം എന്തെന്ന് ഞാൻ ഇവിടെ വിശദമാക്കാം. ഞാൻ ആലോചിക്കുന്നത് അത് വെറുതെ പറയുന്നതല്ല, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആ രീതിയിൽ പോയി നോക്കാം. നമ്മൾക്കറിയാം ഇവിടെ ഒരു ജീവി ഉണ്ടാകുന്നത് നേരത്തെ ഉള്ള ഒരു ജീവിയിൽ നിന്നാണ്. അല്ലാതെ ഒരു ജീവിയും ഇവിടെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അത് ബോധമുള്ള ഒരു ജീവി ഉണ്ടാകുന്നത് ബോധമുള്ള ഒരു ജീവിയിൽ നിന്നായിരിക്കും. ബോധം ഉണ്ടാകുന്നത് ബോധമുള്ള ഒന്നിൽ നിന്നായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഈ ലോകത്ത് കണ്ടുവരുന്നത്. അതാണ് യാഥാർത്ഥ്യം. അപ്പം ആദി കോശത്തിൽ എങ്ങനെയായിരിക്കും ഈ ജീവനും ബോധവുമൊക്കെ ഉണ്ടായി വന്നത്? എവിടുന്നായിരിക്കണം? തീർച്ചയായിട്ടും അത് ഉള്ള ഒരു സ്ഥലത്തു നിന്നായിരിക്കണം. ആദികോശത്തിൽ ജീവനും ബോധവുമൊക്കെ ഉണ്ടാകുന്നത് അതിനു മുമ്പ് അതായത് ജീവനും ബോധവുമൊക്കെ ഉള്ള ഒരു സോഴ്സിൽ നിന്നായിരിക്കണം. അതേതാണ് ആ സോഴ്സ്? അത് അത് ഈ അന്നില്ലാത്ത ഒരു കാര്യമാണ്. ഈ ലോകത്തില്ലാത്ത ഒരു കാര്യത്തിൽ നിന്നാണ് അന്ന് ഈ ഏകകോശ ജീവി ഉണ്ടായി വന്നത്. ജീവനുള്ളതും അതുപോലെ ബോധമുള്ളതുമായ ഒരു ജീവി ഉണ്ടായി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവനും ബോധവും ഉണ്ടായത് അതിനു മുമ്പ് അത് ഉണ്ടായിരുന്ന ഒരു ശക്തിയിൽ നിന്നായിരിക്കണം. ആ ശക്തിയെയാണ് ഞാൻ ദൈവമായിട്ട് കാണുന്നത്. ഇനി ആ ശക്തി അത് തന്നെയായിരിക്കണം ഈ ഓരോ നമ്മളിപ്പം ശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏകകോശ ജീവിയിൽ നിന്ന് പരിണമിച്ചാണ് സകല ജീവികളും, ഈ ലോകത്തുള്ള സകല ജീവികളും, മൺമറഞ്ഞു പോയതും നിലനിൽക്കുന്നതും ഇനി ഉണ്ടാകാനിരിക്കുന്നതുമായ എല്ലാ ജീവികളും ഉണ്ടായത് ആ ഏകകോശ ജീവിയിൽ നിന്ന് പരിണമിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ആ ഏകകോശ ജീവിയിൽ ഈ എല്ലാ ജീവികൾക്കും വേണ്ട ഡിസൈൻ അടങ്ങിയിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ കരുക്കൾ ആ ഏകകോശ ജീവിയിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കണം. അല്ലാതെ അതിലില്ലാത്ത ഒന്ന് വേറെ പുതുതായിട്ടുണ്ടാകാൻ പറ്റത്തില്ലല്ലോ. പരിണമിച്ചുണ്ടായതാണെന്നല്ല പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിൽ ഉള്ള കാര്യങ്ങളായിരിക്കണം, അതിലുണ്ടാവണം എല്ലാ ജീവികളുടെയും കരു. അപ്പോൾ ഈ ലോകത്ത് ഉള്ള എല്ലാ ജീവികളുടെയും കരു അതിലുണ്ടായിരുന്നിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഏകകോശത്തിൽ ഈ കരുക്കളെല്ലാം, ഈ ഡിസൈനുകളെല്ലാം, എല്ലാ ജീവികളുടെയും ഡിസൈൻ, ജീനോംസ് ആരാണ് നിറച്ചു വെച്ചത്? അതാണ് ഞാൻ പറഞ്ഞ ദൈവം, ഈശ്വരനായിരിക്കണം ആ ഗ്രാൻഡ് ഡിസൈനർ. എല്ലാ ജീവികളുടെയും ഡിസൈൻ ഈ ഏകകോശ ജീവിയിൽ നിറച്ചു വെച്ചിരിക്കുന്ന ആ ശക്തിയാണ്, ആ ഗ്രാൻഡ് ഡിസൈനറാണ് ഈശ്വരൻ. അതാണ് എൻ്റെ ഈശ്വര സങ്കല്പം. ഇത് തന്നെയായിരിക്കും എല്ലാ ഈശ്വര വിശ്വാസികളും പറയുന്നത്. അതായത് ഈശ്വരനാണ് എല്ലാ ജീവികളെയും സൃഷ്ടിച്ചതെന്ന് അവർ പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാഖ്യാനം ഞാൻ പറഞ്ഞുള്ളേ ഉള്ളൂ. അതിൻ്റെ യുക്തിസഹമായ ഒരു വ്യാഖ്യാനം. ഈ യുക്തിയെ നിരീശ്വരവാദികൾക്ക് അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എങ്ങനെ ഖണ്ഡിക്കും?
അതറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇതാണ് ഞാൻ പറയുന്ന യുക്തി. എൻ്റെ ഈശ്വരൻ സങ്കല്പം അങ്ങനെയാണ്. അങ്ങനൊരു ഈശ്വരൻ ഇല്ലാതിരിക്കാൻ സാധ്യതയില്ലല്ലോ. എന്നുവെച്ചാൽ നിങ്ങളെല്ലാം, ഞാനും നിങ്ങളും എല്ലാം അതിന് തെളിവാണ്. കാരണം ജീവനുമുണ്ട്, ബോധമുണ്ട് നമുക്ക്. ആ ജീവിയിൽ നിന്ന് പരിണമിച്ച് വന്നവരാണ് നമ്മൾ. അപ്പൊ ആ ജീവിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് നമുക്കും കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിലെല്ലാം ഈ ഈശ്വരാംശം അടങ്ങി, ഈ ശക്തിയാണ് അതെല്ലാം നിലനിർത്തിയിരിക്കുന്നത്. അപ്പം ആ ഈശ്വരൻ ഉണ്ടെന്നുള്ളതിന് തെളിവ് ജീവനും, ഇന്ന് ലോകത്ത് കാണുന്ന ജീവനും ബോധവും എല്ലാം അതിൽ നിന്നുണ്ടായിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ആണ് എന്ന് മനസ്സിലാക്കാൻ വേറെ ഒരുപാട് യുക്തിവാദിയാകേണ്ട കാര്യമൊന്നുമില്ല. യുക്തിവാദമാണ് ഇതെല്ലാം. ഇതാണ് യുക്തിവാദം. അല്ലാതെ ഭൗതികതയുടെ അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ അവരാവിഷ്കരിച്ച സിദ്ധാന്തങ്ങളിൽ മാത്രം, അതിൻ്റെ വൃത്തപരിധിക്കുള്ളിൽ മാത്രം നിൽക്കുന്നതല്ല യുക്തിവാദം. അതിനപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അവിടെ നിങ്ങൾ ഭൗതിക ശാസ്ത്ര സിദ്ധാന്തം പറയുന്നത് വിശ്വസിക്കുന്നു, അതിനപ്പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് ധൈര്യമില്ല, ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. എന്നിട്ട് നിങ്ങൾ സ്വതന്ത്ര ചിന്തകരാണെന്നാണ് പറയുന്നത്. ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിച്ച് ഇതിനുള്ള ഈ യുക്തിക്കുള്ള മറുപടി പറയൂ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുക. ആ ഡിസൈനറും ഉണ്ട്, അതുപോലെ തന്നെ ആ ഗ്രാൻഡ് ഡിസൈനറായ ഈശ്വരനും ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ ജീവനുണ്ട്, ബോധമുണ്ടായി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഓരോ ഇടിവെട്ടി ഓരോ സംഭവങ്ങളുണ്ടായതാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വളരെ ശുഷ്കമായിട്ടുള്ള ഒരു വാദമാണ്. മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഈ ചില പാർട്ടിക്കാരുടെ ആൾക്കാരുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുക. അതുപോലെ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇടിവെട്ടും അതിന് മിന്നലും അതുപോലുള്ള കാര്യങ്ങളൊന്നും. അങ്ങനെ ആണെങ്കിൽ തന്നെ, ഇനി അവർ പറയുന്ന പോലെ ആയിക്കൊള്ളട്ടെ, അങ്ങനെ ആണെങ്കിൽ തന്നെ ഇല്ലാത്തവരിടത്തുനിന്ന് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടെ യോജിക്കാതെ വെള്ളം ഉണ്ടാകത്തില്ലല്ലോ. രണ്ട് കെമിക്കൽസ് തമ്മിൽ യോജിച്ച് വെള്ളം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് കെമിക്കൽസിലും ആയി ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിട്ടുണ്ടായിരുന്നിരിക്കണം. അത് സാമാന്യ യുക്തിയല്ലേ, ശാസ്ത്രയുക്തിയല്ലേ? ആ ശാസ്ത്രയുക്തിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഈ ജീവൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ബോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവയിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള അതിലടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് പങ്കെടുക്കുന്ന ആ പാർട്ട്നേഴ്സിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നിരിക്കണം. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒറിജിനൽ സോഴ്സ് ഏതാണ്? അങ്ങനെ ഒരു ശക്തി ഉണ്ടാകണമല്ലോ, അല്ലാതെ ഇതൊന്നും വരുത്തില്ലല്ലോ. ഇനി മറ്റൊരു കാര്യം നമുക്ക് തോന്നുന്നത്, ഈ ഭൗതികമായിട്ടുള്ള കാര്യം, ഒരു ഏകകോശ ജീവി എന്ന് പറഞ്ഞ ഒരു ഭൗതിക രൂപങ്ങൾ ഉണ്ടായതിന് ശേഷമാണല്ലോ കോശങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഭൗതിക രൂപങ്ങളുടെ അവസ്ഥ എന്താണ്? ഈ ലോകം എല്ലാ കാലവും ഇങ്ങനെ തന്നെ നിലനിന്നതാണോ? അത് എൻ്റെ രണ്ടാമത്തെ ഒരു ചോദ്യമാണ്. ഈ ലോക ഇതുപോലെ അല്ലല്ലോ എല്ലാ കാര്യവും നിലനിന്നു. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ലോകം ഒരു മായയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം, എന്ന് വെച്ചാൽ ഇന്ന് കാണുന്നതല്ല നമ്മൾ നാളെ കാണുന്നത്. മായയാണെന്ന് പറയാൻ വേറെ ഒരു കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ലോകം, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഭൗതിക ഊർജത്താലാണ്. ഈ ഊർജത്തിന്റെ മൊത്തം അളവെന്ന് പറഞ്ഞാൽ പൂജ്യമാണെന്നാണ് ഇപ്പൊ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ തന്നെ സമ്മതിക്കുന്നത്. അപ്പൊ പൂജ്യമായ ഒരു കാര്യത്തെ, ഭൗതിക അവസ്ഥയെ ഇങ്ങനെ മഹാപ്രപഞ്ചമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ആരായിരിക്കണം? അഭൗതികമായ ഒരു ശക്തി ആയിരിക്കണ്ടേ? തീർച്ചയായിട്ടും ആയിരിക്കണം. എന്ന് വെച്ചാൽ പൂജ്യമാണ്, ആദിയിൽ പൂജ്യമായിരിക്കണം. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഏക ആറ്റത്തിൽ ചെന്ന് പ്രിമിറ്റീവ് ആറ്റം അല്ല ആദിയിൽ ഉണ്ടായിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ വെച്ചാൽ ബിഗ് ബാങ് തിയറി പറയുന്ന പോലെ ഒരു ആറ്റത്തിലേക്ക് എല്ലാ പ്രപഞ്ചം മുഴുവൻ സങ്കോചിക്കുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഒരാറ്റത്തിൽ കൂടി സങ്കോചിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരാറ്റമായി കഴിഞ്ഞാൽ ആ ആറ്റത്തിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഊർജങ്ങൾ തുല്യമായിരിക്കത്തില്ലേ? അവയെല്ലാം കൂടെ യോജിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൂജ്യമായി പോകും. പൂജ്യമാണ് എന്നാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പൊ ആദിയിലും അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പൊ ആ അന്നത്തെ പൂജ്യ ഊർജത്തെ ഒരാറ്റമായി, ആറ്റങ്ങളുടെ കൂട്ടമായ പ്രപഞ്ചമായി
മാറ്റിയെടുത്തത് ആരായിരിക്കണം? ഒരു പൂജ്യമായിട്ടുള്ള ഊർജത്തിന് ഇതൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണല്ലോ, വളരെ സാമാന്യയുക്തിയായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം ഭൗതിക അതീതമായിട്ടുള്ള ഒരു ശക്തി ആയിരിക്കണം അത് ചെയ്തത്. ആ ശക്തി ഏതാണ്? അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഈശ്വരൻ. ഭൗതിക അതീതമായിട്ടുള്ള ആ ശക്തിയാണ്. അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് എന്ന് സാമാന്യ യുക്തിക്ക് സിദ്ധമാകുന്ന ഒരു കാര്യമാണ്. ഈ ഭൗതിക പ്രപഞ്ചത്തിന് പ്രപഞ്ചോ ഉപശമമാണ് ആത്മാവ് എന്നാണ് മാണ്ഡൂക്യ ഉപനിഷത്ത് പറയുന്നത്. ആത്മാവ് എന്ന് പറയുന്നത് ഇവിടെ ഇരുന്ന് ചില യുക്തിവാദികൾ പറയുന്ന പോലെ ഇവിടെ കണ്ടിരുന്ന് പിന്നെ ചത്തു കഴിയുമ്പം പുറത്തേക്ക് പോകുന്നതല്ല. സർവവ്യാപിയായിട്ടുള്ള ഈ പറഞ്ഞ സർവ ഊർജങ്ങളുടെയും കേന്ദ്രമായിട്ടുള്ള സത്ത് ചിത്ത് ആനന്ദമായ ഒരു ശക്തി, അതാണ് ആത്മാവ്. അതിൽ നിന്നാണ്, അത് തന്നെയാണ് ദൈവം. ഭാരതീയ ചിന്താഗതി അനുസരിച്ച്, ആത്മീയ ചിന്തയനുസരിച്ച് ആത്മാവാണ് ഈശ്വരൻ. ആ ഈശ്വരനാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രപഞ്ചം ഉപശമമായിരുന്ന പ്രപഞ്ചം മുഴുവൻ ഇല്ലാതായാൽ പിന്നെ അവശേഷിക്കുന്ന എന്താണ്? അതാണ് ഈശ്വരൻ. അത് ഭൗതിക അതീതമാണെന്നുള്ളതിന് വളരെ വ്യക്തമല്ലേ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ പൂജ്യമാണ്. പൂജ്യമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലാതിരിക്കാൻ പറ്റത്തില്ല. ഒന്നുമില്ലായ്മയിൽ ഒന്നും ഉണ്ടായി വരത്തില്ല. പിന്നെ ഒരാറ്റം ഉണ്ടാകണമെങ്കിൽ പോലും ഈ പൂജ്യമായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരാറ്റം ഉണ്ടാകണമെങ്കിൽ എങ്ങനെ ഉണ്ടാകും? അതിനെ പൂജ്യത്തെ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് വിഭജിച്ചാൽ മതി. അങ്ങനെ ആയിരിക്കണം. തുല്യ അളവിലുള്ള ഊർജം പോസിറ്റീവും നെഗറ്റീവുമായിട്ട് മാറ്റിയാൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ പൂജ്യം തന്നെയായിരിക്കും. പക്ഷെ അതിനൊരു രൂപം കൈവരും. അതാണ് ആറ്റം. അങ്ങനെ ആയിരിക്കില്ലേ? അതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാകാൻ പറ്റത്തില്ല. ഇപ്പൊ പൂജ്യ ഊർജത്തിൽ നിന്ന് ഒരാറ്റവും ആറ്റങ്ങളുടെ കൂട്ടമായിട്ടുള്ള ഈ പ്രപഞ്ചവും ഉണ്ടായി വന്നത് അങ്ങനെയല്ലേ? അങ്ങനെ അതിന് ആ പൂജ്യ ഊർജത്തെ ഉള്ളിലടക്കിയ ആ അഭൗതിക ചൈതന്യമാണ്. അങ്ങനെ ഒരെണ്ണം ഉണ്ടാവണമല്ലോ. ഒന്നും ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. ശൂന്യതയാണെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല. ഈ പ്രപഞ്ചം ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ ആ അഭൗതിക ചൈതന്യത്തെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. അപ്പം പല മതങ്ങളും അത് തന്നെ പറയുന്നുണ്ട്. ഹിന്ദുമതം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇസ്ലാമും ഖുറാനിലും അത് തന്നെയാണ്. ഈശ്വരനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ രൂപമൊന്നും ഇല്ല എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പൊ അത് നാം മനസ്സിലാക്കണം. അതാണ് എൻ്റെ ഈശ്വരനെ കുറിച്ചുള്ള എൻ്റെ ധാരണ. അതാണ്. അതിൽ യുക്തിഭംഗം എവിടെയാണ് എന്ന് യുക്തിവാദികളായിട്ടുള്ള നിരീശ്വരവാദികൾ ചൂണ്ടിക്കാണിക്കുക. ഇതാണ് ഇതിപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം കൂടി കൂട്ടത്തിൽ പറയാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ഭൗതിക രൂപങ്ങളെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. അതിനപ്പുറം ഒന്നുമില്ലെന്ന് ആണ് അവരുടെ വാദം. ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഭൗതിക രൂപം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അവൻ്റെ അസ്തിത്വത്തിൻ്റെ വളരെ ചെറിയൊരു ഒരു അംശം മാത്രമാണ്. അവനെ ഈ ഭൗതിക രൂപത്തിൽ നിന്ന് മനുഷ്യനാക്കി വളർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ്റെ ഭാഷ, അവൻ്റെ ചിന്ത, അവൻ്റെ അറിവ്, പ്രധാനമായിട്ട് അവൻ്റെ അറിവ്, ഭാഷ, ചിന്ത, യുക്തി, സകല സ്നേഹം, പരസ്പര ബന്ധം മുതലായവയെല്ലാം ഉണ്ടാകുന്നത് അതൊന്നും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഭൗതിക വസ്തുവിൽ നിന്ന് ഉണ്ടായി വരുന്നതല്ല. അതെല്ലാം അഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അഭൗതികമായിട്ടുള്ള ഒരു സ്രോതസ്സിൽ നിന്നായിരിക്കണം ഇതെല്ലാം നമ്മളിലേക്ക് പരമ്പരയായി വന്ന് എത്തിയിട്ടുള്ളത്. അങ്ങനെ അതല്ലേ അതിൻ്റെ യുക്തി എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഒരു സ്ഥിരം ഉദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഉദാഹരണമുണ്ട്, ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലവ് തോന്നണമെന്നുണ്ടെങ്കിൽ ഡോപ്പമീൻ അതെങ്ങനെയാണ് തോന്നുന്നത്? ഡോപ്പമീൻ നിങ്ങളുടെ തലച്ചോറിൽ ഒരു ഹോർമോണാണ്. അതുപോലെ ഒരു എനർജി ട്രാൻസ്മിറ്ററാണ്. അപ്പം ഇത് നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ സ്നേഹിക്കുക, പ്രേമിക്കുക എന്നൊക്കെ പറയുന്നു. ഇവർ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നു എന്ന് വെച്ചാൽ ഡോപ്പമിൻ തീരുമാനിക്കും നിങ്ങൾ ആരെ പ്രേമിക്കണമെന്ന്. അപ്പൊ ഡോപ്പമിനാണ് അതിനകത്ത് ഇവർ ഫ്രീ വില്ല് കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറും. ഇവർക്കൊരു സ്വാതന്ത്ര്യമില്ല.
ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ അതുപോലുള്ള അത് ഒരു സ്നേഹത്തിൻ്റെ കാര്യം, അതുപോലുള്ള കെമിക്കൽസുകളുടെ പ്രവർത്തനത്തിന് അടിമകളായിട്ട് കഴിയുന്നവരാണ്. ആ അടിമകളാണ്, സ്വയം ചിന്തിക്കുന്നവരാണ് ഈ യുക്തിവാദികളെന്ന് പറഞ്ഞ് നടക്കുന്നവർ. അതാണ് അവർ ഉദ്ധരിക്കുന്ന ഉദാഹരണങ്ങൾ. ഡോപ്പമീനാണ് വിവേകശാലിയായിട്ടുള്ളത്. അത് എപ്പോൾ ഒരാൾ ഇതാ പ്രേമിച്ചോടാ എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മയെ കാണുന്നത്, അമ്മയും പെങ്ങളെയും പരിചയമില്ലാത്ത ഒരു സ്ത്രീയൊക്കെ എങ്ങനെ വേർതിരിച്ച് കാണും, അച്ഛനെയും സഹോദരനെയും ഒക്കെ എങ്ങനെ വേർതിരിച്ച് കാണും? അതിനുള്ള ശക്തിയും ഡോപ്പമീനാണ്. അപ്പൊ ഡോപ്പമിൻ്റെ അതിന് എവരെയൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഡോപ്പമിനാണ് എല്ലായിടത്തും കാരണക്കാരൻ. കുറ്റവാളിയായാലും ശരി ചെയ്യുന്നവനായാലും ഡോപ്പമിനാണ്. അതുപോലുള്ള കെമിക്കൽസ് ആണെന്നാണ് ഇവർ പറയുന്നത്. എന്തൊരു ദയനീയമായ കാഴ്ചയാണ്. യുക്തിവാദികളെന്നും പറഞ്ഞ് ഇതും പൊക്കിപ്പിടിച്ച് നടക്കാൻ. ഇതൊന്നും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതല്ല, വസ്തുക്കളിൽ നിന്നുണ്ടായിട്ടുള്ളതല്ല. ഒരുത്തൻ്റെ ഭാഷയായിട്ട്, വിവേകമായിട്ട്, അവൻ്റെ അറിവായിട്ട്, ഇതൊക്കെ ഭൗതിക അതീതമായിട്ട് ഭൗതിക അതീതമായിട്ട് മനുഷ്യനിലേക്ക് പരമ്പരയാ വന്നതാണ്. അവനിലുണ്ട് ഇതെല്ലാം. കാരണം ഏകകോശ ജീവിയിൽ എല്ലാ ഡിസൈനുകളും എല്ലാ ഡിസൈനുകളും അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാ മനുഷ്യരിലും അടങ്ങിയിട്ടുണ്ട്, എല്ലാ ജീവികളിലും അടങ്ങിയിട്ടുണ്ട്. അവനവൻ്റെ ശാരീരിക സാധ്യതകൾക്കനുസരിച്ച് ചിലതൊക്കെ പ്രകടിതമാകുന്നു എന്നല്ലേ ഉള്ളൂ. അങ്ങനെയല്ലേ ധരിക്കാൻ പറ്റുള്ളൂ. ചിലതൊക്കെ പ്രകടിതമാകുന്നു. എല്ലാം കൂടെ ലോകത്തുള്ള അറിവെല്ലാം കൂടെ ആർജിക്കാനും പ്രകടിപ്പിക്കാനും ഒന്നും ഒരു ശരീരത്തിന് സാധ്യമല്ല. അപ്പൊ അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുള്ള കാര്യങ്ങൾ വരുന്നു. ഇതാണ് നാം മനസ്സിലാക്കുന്ന കാര്യം. ഇതാണ് ഈശ്വര സങ്കല്പം. ഇതാണ് ഹിന്ദു ആത്മീയ തത്വങ്ങൾ അനുസരിച്ച് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യം. ഇവിടെ ഞാൻ വേറെ ഉദ്ധരണികളൊന്നും പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് അവിടെ പറയുന്നു ഇവിടെ പറയുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് എൻ്റെ സ്വന്തം യുക്തി അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഒരു കാര്യം മാത്രമേ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളൂ. അത് മാണ്ഡ്യക്യ ഉപനിഷത്തിലെ ഒരു മന്ത്രമാണ്, 12ാം മന്ത്രമാണ്. അവിടെയാണ് പ്രപഞ്ചോപശമത്തിൻ്റെ കാര്യം പറയുന്നത്. അത് ആ കാര്യം വിട്ടിട്ട് നിങ്ങൾ ഞാൻ അങ്ങനെ അത് പറഞ്ഞു അതിനെ ന്യായീകരിക്കാൻ നടക്കുന്നു എന്നൊന്നും പറയണ്ട. ആ കാര്യം വിട്ടിട്ട് നിങ്ങൾ സാമാന്യ യുക്തി അനുസരിച്ച് നിങ്ങൾ പ്രതികരിക്കുക. ആർക്ക് വേണമെങ്കിലും പ്രതികരിക്കാം. പക്ഷെ പ്രതികരണം മാന്യമായ ഭാഷയിലായിരിക്കണം. മാന്യമായ ഭാഷയിലാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.